നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. ഈ കേസ് ഹൈക്കോടതി വിജിലൻസ് വിങ് ആദ്യമായി അന്വേഷിക്കുകയും ഹൈക്കോടതി വിജിലൻസ് വിശദമായി അന്വേഷിച്ച് വേറെ 3 പ്രതികളാണ് ഈ കേസിലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നതുമാണ്. അതിനുശേഷം AK ആന്റണിയുടെ ഗവൺമെന്റ് കാലഘട്ടം 2002-ൽ 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 8 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കുകയും ഞാൻ നിരപരാധിയാണെന്നും വേറെ ആളുകളാണ് പ്രതിയെന്നും പറഞ്ഞ് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു 2002-ൽ. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെയും ഇന്ത്യൻ നിയമ തത്വ സംഹിതകളെയും നിയമ വ്യവസ്ഥിതിയെയും വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിൽ മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജു, തിരുവനന്തപുരം MLA ആയ ആന്റണി രാജു 34 വർഷം മുമ്പ് കോടതിയിൽ നടത്തിയ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു പ്രതിയായ തൻ്റെ കക്ഷിയുടെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രം മോഷ്ടിച്ച് കോടതിയിലെ ജീവനക്കാരൻ്റെ സഹായത്തോടു കൂടി അത് വെട്ടിച്ചുരുക്കി തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച് വീണ്ടും കോടതി അറിയാതെ ആ ജീവനക്കാരനെ കൊണ്ട് തന്നെ കോടതിയിൽ തൊണ്ടി മുതൽ വയ്പ്പിക്കുകയും വിചാരണയ്ക്ക് കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ജെട്ടി, അതായത് പ്രതിയുടെ തൊണ്ടി മുതലായ ജെട്ടി അയാൾക്ക് പാകമാവാത്തതിൻ്റെ പേരിൽ കേസിൽ നിന്നും അങ്ങനെ പ്രതിയെ രക്ഷിച്ചെടുക്കുകയും ചെയ്ത അഭിഭാഷകനായ ആന്റണി രാജു ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെയും വെല്ലുവിളിച്ചു എന്ന് കണ്ടുകൊണ്ട് 34 വർഷത്തിന് ശേഷം കേസിൽ കൃത്യമായ വിധിയുണ്ടായിരിക്കുന്നു. ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂസ് സാൽവദോറാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തി തൻ്റെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്തിയ കേസിൽ പ്രതിയായത്. ഈ പ്രതിയുടെ കേസാണ് ആന്റണി രാജു വാദിച്ചതും. ഇങ്ങനെ ആന്റണി രാജു തൻ്റെ കക്ഷിയായ പ്രതിയുടെ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തി ഇന്ത്യൻ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചത്. പിന്നീട് പ്രതിയായ ആൻഡ്രൂസ് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി അവിടെ മറ്റൊരു കൊലക്കേസിൽ പ്രതിയായപ്പോൾ തൻ്റെ സഹതടവുകാരനോടാണ് കേരളത്തിൽ നടന്ന ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് പറയുന്നതും ഇന്റർപോൾ ഇത് ഇന്ത്യൻ സർക്കാരിനെ അറിയിക്കുകയും CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഇതിൽ ബന്ധപ്പെട്ട് കൃത്യമായി മൊഴിയെടുക്കുകയും അങ്ങനെയാണ് 34 വർഷത്തെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ആന്റണി രാജു ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷാവിധിയിലേക്ക് ചെല്ലുന്നതും CJM കോടതിയുടെ വിധി വരുന്നതും. ഈ വിധി പുറത്തു വന്നപ്പോൾ ആന്റണി രാജു മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ താൻ പൂർണ്ണമായും നിരപരാധിയാണ്, മറ്റുള്ള ആളുകളാണ് പ്രതികളെന്ന് ഹൈക്കോടതി കണ്ടെത്തിയതാണ്, അവരെ ശിക്ഷിച്ചതുമാണ്, അത് ശരിവച്ചതുമാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നത് എന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ചിലപ്പോൾ കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെട്ടേക്കാം, അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്, പുതിയ ഇരയാണ് താൻ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടത് എന്നാണ് ആന്റണി രാജു പറഞ്ഞു വച്ചത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെയും ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് കോടതിയിൽ നടത്തിയ കള്ളക്കളിയുടെ പിന്നാമ്പുറങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച ആന്റണി രാജു കരഞ്ഞു മെഴുകുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. ഈ കേസ് ഹൈക്കോടതി വിജിലൻസ് വിങ് ആദ്യമായി അന്വേഷിക്കുകയും ഹൈക്കോടതി വിജിലൻസ് വിശദമായി അന്വേഷിച്ച് വേറെ 3 പ്രതികളാണ് ഈ കേസിലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നതുമാണ്. അതിനുശേഷം AK ആന്റണിയുടെ ഗവൺമെന്റ് കാലഘട്ടം 2002-ൽ 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 8 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കുകയും ഞാൻ നിരപരാധിയാണെന്നും വേറെ ആളുകളാണ് പ്രതിയെന്നും പറഞ്ഞ് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു 2002-ൽ. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അല്ല, പ്രോസിക്യൂഷന്റെ കേസാണല്ലോ വാദിക്കുന്നത്. പ്രതിക്ക് വേണ്ടിയുള്ള കേസ് പ്രതിഭാഗം വക്കീൽ വാദിക്കും, കോടതിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. അതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അത് വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എനിക്ക് ഈ കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതാണ് തീർച്ചയായിട്ടും ഇത് ഉമ്മൻചാണ്ടിയുടെ 2002 AK ആന്റണിയുടെ കാലഘട്ടത്തിൽ
ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തിരുന്നു. അത് കോടതി സ്വീകരിച്ചു. 2006 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് ഒരു പുനരന്വേഷണം ഓർഡർ ചെയ്ത് പുതിയ ഒരു തെളിവുമില്ലാതെ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്ന് ആ ഫൈനൽ എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ഞാൻ അന്നു മുതൽ കുറ്റപത്രം സമർപ്പിച്ചത് മുതൽ ഒരു ദിവസം പോലും ഞാൻ കോടതിയിൽ ഞാനോ വക്കീലോ ഹാജരാകാതിരുന്നിട്ടില്ല. ഞാൻ അന്നു മുതൽ സമൻസ് കിട്ടി, ജാമ്യമെടുത്തു. അന്നു മുതൽ ഞാൻ കോടതിയിൽ റെഗുലറായിട്ട് ഞാനോ വക്കീലോ ഹാജരാകുന്ന ഒരു കേസാണ്. നിയമത്തിന്റെ വഴിക്ക് പോയി. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നിയമപരമായി നേരിടുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലല്ലോ. വേറെന്താ മാർഗം? നിയമപരമായി നേരിടുകയല്ലാതെ മാർഗമില്ല. നിരപരാധികൾ എത്ര പേര് ശിക്ഷിക്കപ്പെട്ട് ഇന്ന് ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉത്തമബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തതിനകത്ത് 3 പ്രതികൾ, വേറെ 3 പ്രതികളുടെ പേര് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നതാണ്. അത് ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ എ കെ ആന്റണിയുടെ ഭരണകാലത്താണ്, അല്ലാതെ LDFന്റെ ഭരണകാലത്തിൽ. എ കെ ആന്റണിയുടെ ഭരണകാലത്ത് 2002 3 ഡിവൈഎസ്പിമാർ, 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, 2 സബ് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം അന്വേഷിച്ച് ഞാൻ ഈ കേസിൽ പൂർണ്ണമായി നിരപരാധിയാണെന്നുകൊണ്ട് 2002 കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം 2005 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് 2006 പൊടുന്നനവേ ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചു. പുതിയ ഒരു തെളിവുമില്ല, പുതുതായിട്ട് യാതൊരു തെളിവില്ലാത്ത ഇരുന്നിട്ടും ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചു. 3 മാസം കൊണ്ട് കുറ്റപത്രം കൊടുത്തു. അതിന്റെ വിചാരണയിൽ ഞാൻ ഹാജരായി. ഇപ്പോൾ കോടതി എടുക്കുന്ന എന്ത് തീരുമാനവും ഞാൻ അംഗീകരിക്കും. കോടതിയിലൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്, കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അത് ഇപ്പം എന്ത് ചെയ്യാനൊക്കെ. അതിൽ ഞാൻ പറയുന്നത്, നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഓക്കെ, ശരി.